ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കോയക്കപ്പൊടി എന്ന് പറയും. ഇതിങ്ങനെ അടിഞ്ഞ് വെറുതെ പോകുന്ന കണ്ടപ്പോഴാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയിട്ടാണ് ഇതൊക്കെ പറിക്കുന്നത് കേട്ടോ. ഇത് പറിക്കുമ്പം വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്താക്കണമെന്നൊന്നും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായി പറിച്ചു, എങ്കിലും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. ഇതൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഇത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇതിൻ്റെ കറുപ്പ് കളറിലുള്ള സാധനമൊക്കെ പോയി നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ ഇതിപ്പോൾ ഞാൻ 2 തരത്തിൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ടൈപ്പിലാണ് മുറിക്കുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് വെള്ള അച്ചാറും ഒരു ചുവന്ന അച്ചാറും ഇങ്ങനെ റൗണ്ടിൽ മുറിക്കുന്ന വെച്ചാൽ വെളുത്ത അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു മുളക് പൊടി കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കില്ല, പകരം പച്ചമുളകൊക്കെ ആയിരിക്കും ചേർക്കുക. പിന്നെ കോവയ്ക്ക മുറിക്കുന്നത് പോലെ നീളത്തിൽ മുറിച്ചു. ഇത് നല്ല ചുവന്ന അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏറ്റവും ടേസ്റ്റ് ചെയ്ത അച്ചാറിനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരുമിച്ചാക്കുന്നത്. അതുമല്ല, രണ്ടും ഒരുമിച്ചാക്കാൻ വലിയ പണിയൊന്നുമില്ല, നമ്മളെല്ലാം അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ടേസ്റ്റിൽ വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ അച്ചാറിന് എല്ലാ അച്ചാറും പോലെ തന്നെ ഇഞ്ചി വേണം, അതുപോലെ വെളുത്തുള്ളി വേണം, പിന്നെ നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, അതുപോലെ നമ്മൾ അച്ചാറുകളിൽ സ്വതവേ പച്ചമുളകാണ് ഇടുന്നതെങ്കിൽ കൂടിയും കാന്താരി ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ അത് കൂട്ടി എടുക്കുക. ഇനി നമുക്ക് ആദ്യം വെളുത്ത അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. 2 അച്ചാറും 2 തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് വെളുത്ത അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോയക്കപ്പുളി, ഇരുമ്പുളി എന്നൊക്കെ പറയും, ഈ മുറിച്ച് വെച്ച ഇരുമ്പൻ പുളി, ഇതിൽ ഞാൻ വെളുത്ത അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി റൗണ്ടിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു യെല്ലോ കളറാവും. ആകെ മൊത്തം ഒരു വാടിയ പോലൊരു കളറിലേക്ക് ഈ ഒരു കോയക്കപ്പൊടി അല്ലെങ്കിൽ ഇരുമ്പുളി മാറും. ഇതുപോലെ ഇതിൻ്റെ കളറൊക്കെ ആകെ മാറി വരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി അരിച്ച് എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളക് പിന്നെ കാന്താരി ഇവയൊക്കെ കൂടിയിട്ട് നല്ലെണ്ണ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിതിലാകെ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉലുവയും കടുകും കൂടി ചേർത്ത് പൊടിച്ചാണ്. ഇനിയിപ്പം ഉലുവ നമ്മൾ മാത്രം ചേർത്ത് കടുക് വറുത്തിട്ടാലും മതി. എങ്ങനെയായാലും ഈ കടുകും ഉലുവയും ഈ ഒരു ഇതിലേക്ക് ആവശ്യത്തിനാണ് അച്ചാറുകളിൽ. ഇതൊക്കെ ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നീട് നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ച ഇരുമ്പുളി അഥവാ കോയക്കപ്പുളി ഇതിലേക്ക് എടുത്തിടുക. പിന്നെ ഇവിടെ നിന്ന് നന്നായിട്ട് ഈ ഒരു പുളി കൂടി വെന്ത് വരുന്നത് വരെ ഇളക്കണം. അതിന് കൂടെ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഉലുവപ്പൊടിയും കടുക് പൊടിയൊക്കെ നമ്മൾ അളവിനനുസരിച്ച് ഇടണം, നോക്കിയിട്ടിടണം, അല്ലെങ്കിൽ ഉലുവ ഒരുപാട് ഇട്ടാൽ കഴിക്കും. അതുകൊണ്ട് ഇതൊരു പാകത്തിന് തന്നെ എല്ലാ സാധനവും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുറച്ച് സമയം അങ്ങനെ തീയിലൊക്കെ വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ കുറേ ഇങ്ങനെ പോയി വറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ചുവന്ന അച്ചാർ ഉണ്ടാക്കാം. ആദ്യത്തെ പ്രൊസീജിയറൊക്കെ സെയിമാണ്. നല്ലെണ്ണ ഒഴിക്കുക, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. നേരത്തെ നമ്മൾ പച്ചമുളകാണെങ്കിൽ ഈ ചുവന്ന അച്ചാറിൽ വറ്റൽമുളകാണ് കുറച്ചധികം ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പില, ഇവയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. ഈ പൊടികളൊക്കെ ചേർക്കുന്നത് തീ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ടോ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടി കൂടെ നേരത്തെ നമ്മൾ ചേർത്ത പോലെ ഉലുവപ്പൊടിയും കടുകും കൂടി പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ല
പരത്തി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത ശേഷം നമ്മുടെ കോയക്കാപ്പുളി, നീളത്തിലരിഞ്ഞ കോയക്കാപ്പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും അറിയാം, ഞാനൊന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടി, രണ്ടും ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിലരിഞ്ഞാണ്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും പിടിപ്പിക്കുന്ന തരത്തിലേക്ക് ആക്കാം. പിന്നീട് നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനായിട്ട് ശർക്കര തന്നെ ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി എല്ലാ സ്ഥലത്തേക്കും പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ചുവന്ന അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെളുത്ത അച്ചാറിത, ചുവന്ന അച്ചാറിത, രണ്ടും നല്ല ടേസ്റ്റാണ്. രണ്ടും അച്ചാറുകളും വ്യത്യസ്തമായ രുചികളാണ്. പക്ഷെ നമ്മൾ രണ്ടും ഒരേ സമയത്ത് ഒരുപോലെ ഉണ്ടാക്കിയാണെങ്കിൽ കൂടിയും ഈ ഒരു വെളുത്ത അച്ചാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എരിവും ഒക്കെയുള്ള വ്യത്യസ്തമായ മണമൊക്കെയുള്ളൊരു അച്ചാറാണ്. പക്ഷെ ഈ ചുവന്ന അച്ചാർ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ 2 അച്ചാറുകളും വളരെ ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരുപാട് ഇങ്ങനെ കോയക്കപ്പൊടി ഇങ്ങനെ വീണടിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ ഒരു റെഡി ടു വിഭവമായിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.